നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആണ്. അപ്പൊ ഈ 10th മെയിൻസ് അതുപോലെ +2 പ്രിലിംസ്, +2 മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്, ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ഒരു പ്രീവിയസ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എടുത്തെടുത്ത് പറയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് അശ്വതി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ആ പോയിന്റ് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം ലീഗ് ഓഫ് നേഷൻസ് വരുന്ന ഒറ്റൊരു ഉത്തരേ ഉള്ളൂ, ഓപ്ഷൻ സി. ബാക്കിയൊക്കെ ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ സംഘടനയാണ്. അപ്പൊ ആ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് വിട്ടാൽ ബാക്കിയൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി നമുക്ക് ആൻസറിലേക്ക് എത്താം. ഉത്തരം ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ് എന്നിവയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ. ഈ ഹബ്സ്ബർഗ് സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ഓസ്ട്രിയ ഹംഗറിയിൽ വളരെ വർഷക്കാലമായിട്ട് നീണ്ടു നിന്നിരുന്ന ഒരു രാജവംശമാണ് ഹബ്സ്ബർഗ് സാമ്രാജ്യം. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഓസ്ട്രിയ സെർബിയയെ ആക്രമിച്ചതെന്ന 1914 ജൂലൈ മാസം 28-നാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാനമായിട്ട് 2 സൈനിക ചേരികളാണ് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഈ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ 3 പേര്: ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി, ജർമ്മനി. ത്രികക്ഷി സൗഹാർദ്ദം ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അതിലുള്ള രാജ്യങ്ങളെ നമുക്ക് കിട്ടും. ഫ്രണ്ട്സ് എന്ന് ഓർത്താൽ അതിലുള്ള രാജ്യങ്ങളെ കിട്ടും. ഏതൊക്കെയാണ്? ഫ്രാൻസ്, റഷ്യ, പിന്നെ ഇംഗ്ലണ്ടാണ് ബ്രിട്ടൻ. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ, അതായത് ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആൾക്കാർ ആരൊക്കെയാ? ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങൾ ഏതൊക്കെയാ? ഫോസ്ജീനും ക്ലോറിനുമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങൾ. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ ഒരു യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് വെർഡൻ യുദ്ധം. നടന്നത് 1916-ലാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാ? ജർമ്മനിയിലെ ഹോഹെൻസോളൻ രാജവംശം, ഓസ്ട്രിയ ഹംഗറിയിലെ ഹബ്സ്ബർഗ് രാജവംശം, റഷ്യയിലെ റോമനോവ് രാജവംശം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനിയിലെ ഹോഹൻസോളൻ രാജവംശം, ഓസ്ട്രിയ ഹംഗറിയിലെ ഹബ്സ്ബർഗ് സാമ്രാജ്യം, പിന്നെ റഷ്യയിലെ റോമനോവ് രാജവംശം. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ഏതാ? പാരീസ് സമ്മേളനം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയോ? വേഴ്സായ് സന്ധിയാണ്. 1919. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. ആ പ്രസ്താവന ശരിയാണേ. രണ്ടാമത്തെ പ്രസ്താവന, സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790-ലെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. അതാണ് പ്രസ്താവന 2. അത് രണ്ടും ശരിയാ. 2 പ്രസ്താവനകളും ശരിയാണ്. ഈ ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശം ഏതാണ്? ബൂർബൻ വംശമാണ് ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശം. ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789-ലല്ലേ? ആ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16-മനായിരുന്നു. ഇനി ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്ന പല തട്ടുകൾ ഏതൊക്കെയാ? സ്റ്റേറ്റ് ജനറൽ ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. പിന്നെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയൊക്കെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഏതാണ്? ഗില്ലറ്റിൻ. ഇതൊക്കെ SCRT ഫാക്ട്സാ പറയുന്നത്. ഗില്ലറ്റിൻ ആണ്.
പിന്നെ ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചാക്കാലം എന്നറിയപ്പെട്ടിരുന്നത് SCRT-യിലുണ്ട്. റോബിൻസ്പിയറുടെ ഭരണകാലമാണ് ഭീകരവാഴ്ചാക്കാലം എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ ചാൾസ് ഡിക്കൻസ് ഈ ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ഒരു നോവൽ രചിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേതാ? ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. അതിന്റെ പ്രമേയം ഏതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ഇനി പാരീസ് കമ്മ്യൂണില്ലേ, 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവമാണ് പാരീസ് കമ്മ്യൂൺ എന്നറിയപ്പെടുന്നത്. പാരീസ് കമ്മ്യൂൺ. അടുത്ത ചോദ്യം, സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ആശയമാണ് സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക. ഈ റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കി പറഞ്ഞൊരു കോട്ടുണ്ടല്ലോ, ഏതാ? ഞങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. SCRT-യിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയാണ്. ഇനി റഷ്യൻ വിപ്ലവം, ഈ ലോകത്തില് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഈ റഷ്യയിലെ ആദിമ നിവാസികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടെ? സ്ലാവുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെ റഷ്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു. വർഷം 1905. പിന്നെ ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യത്തെ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം. പിന്നെ ഒക്ടോബർ വിപ്ലവം എന്ന് വെച്ചാൽ എന്താ? റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്ത സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. ഈ ബോൾഷെവിക്കും മെൻഷെവിക് എന്ന് പറയുന്നത് ന്യൂനപക്ഷവും ബോൾഷെവിക് എന്ന് പറയുന്നത് ഭൂരിപക്ഷമായിരുന്നു. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായി പിരിഞ്ഞ വിഭാഗമാണ് മെൻഷെവിക്കും ബോൾഷെവിക്കും. ഇതിൽ മെൻഷെവിക് എന്ന് പറയുന്ന ന്യൂനപക്ഷവും ബോൾഷെവിക് എന്ന് പറയുന്നത് ഭൂരിപക്ഷമായിരുന്നു. ഈ കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്ത അല്ലെങ്കിൽ ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറാനിടയാക്കിയ വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാ? 1924. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചെടുത്തോളാം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ വരുന്നത്, ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ബാക്കി A, അതുപോലെ C, D ഇതിലെല്ലാം ഒരു സ്വകാര്യ മേഖല എന്ന് പറഞ്ഞ ഒരു കോമൺ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നത് ഒരു പൊതുമേഖല എന്നല്ലേ? അപ്പൊ അത് തന്നെയായിരിക്കും ഉത്തരം. എപ്പോഴും ഓഡ് വൺ ഔട്ടായിരിക്കും ഉത്തരം. നമുക്ക് അറിയത്തില്ലെങ്കിൽ കൂടി അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുവേ. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെയായിരുന്നു? അതിവേഗ വ്യവസായ, കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമി എന്ന ആശയം നമുക്ക് അറിയാമെങ്കിൽ എയും ബിയും അവിടുന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതുപോലെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതുപോലെ സോഷ്യലിസ്റ്റ്, അത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് വിട്ടുകൂടെ? അപ്പൊ ഈ എയിലും ബിയിലും ഏതെങ്കിലും ഒന്നായിരിക്കും. അതിൽ പൊതുമേഖലയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുവേ. ഇപ്പൊ ഈ ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇദ്ദേഹത്തിന്റെ കോട്ടുണ്ടല്ലേ, ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. കൂടാതെ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും എന്നൊക്കെ അഭിപ്രായപ്പെട്ടതാരാ? ജവഹർലാൽ നെഹ്റു ആണേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? ആദ്യത്തെ പ്രസ്താവന, അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. ശരിയാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ശരിയാണ്. ആപേക്ഷിക ഈർപ്പം കൂടുതൽ ഉള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതുമാണ്. അതും ശരിയാണ്.
ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഈ അന്തരീക്ഷത്തിലെ ജലം അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത, ഈർപ്പം എന്നൊക്കെ പറയുന്ന ഒരു നിശ്ചിത ഊഷ്മാവില് അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം എന്നൊക്കെ പറയുന്നത്. ഈ ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ എന്ന് വെച്ചാൽ, വെള്ളം ബാഷ്പമായി പോകുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകം ഒന്ന് താപമാണ്, ചൂട് വേണം. രണ്ടാമത്തത് ജലത്തിന്റെ ലഭ്യതയാണ്. മൂന്നാമത്തത് വായുവിന്റെ സ്വഭാവമാണ്. താപം, ജലലഭ്യത, വായുവിന്റെ സ്വഭാവം എന്നിവയാണ് ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ പൂരിതാങ്കം എന്ന് വെച്ചാൽ എന്തുവാ? ഒരു നിശ്ചിത ഊഷ്മാവുള്ള വായുവിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നീരാവിയുടെ അളവ്. ഒരു നിശ്ചിത ഊഷ്മാവുള്ള വായുവിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നീരാവിയുടെ അളവാണ് സാച്ചുറേഷൻ പോയിന്റ് അല്ലെങ്കിൽ പൂരിതാങ്കം എന്ന് പറയുന്നത്. ഇനി തുഷാരം, ഡ്യൂ, രാത്രികാലങ്ങളിലെ അന്തരീക്ഷ ഊഷ്മാവ് കുറയുന്നതിന്റെ ഫലമായിട്ട് നീരാവി ഘനീഭവിച്ച് ജലത്തുള്ളിയായി മാറുന്ന പ്രക്രിയയാണ് തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി വരണ്ട വായുവിന്, ഡ്രൈ ആയിട്ടുള്ള എയറിന് നീരാവി ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. വരണ്ട വായുവിന് നീരാവി ഉൾക്കൊള്ളുവാനുള്ള കഴിവ് കൂടുതലായിരിക്കും. പിന്നെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന നീരാവി ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഘനീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയും. കണ്ടൻസേഷൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? പെരിയാർ നദിയുടെ പോഷക നദി മംഗലംപുഴ, അതുപോലെ ഇടമലയാർ. 1ഉം 2ഉം മാത്രമാണ്. മംഗലംപുഴയും ഇടമലയാറും പെരിയാറിന്റെ പോഷക നദികളാണ്. ഗായത്രിപ്പുഴ എന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. അപ്പൊ ഈ പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? മുതിരപ്പുഴ, മുല്ലയാർ, കട്ടപ്പനയാർ, ഇടമലയാർ, ചെറുതോണിയാർ, പെരുന്തുറയാർ, പെരിഞ്ഞാങ്കുട്ടിപ്പുഴ. ഇതൊക്കെ പെരിയാർ നദിയുടെ പോഷക നദികളാണ്. മുതിരപ്പുഴ, മുല്ലയാർ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, പെരിഞ്ഞാങ്കുട്ടി പുഴ. ഇനി പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാ? തട്ടേക്കാട് വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. തട്ടേക്കാടും പെരിയാറും പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് എവിടെയാ? ഭാരതപ്പുഴയിലാണ്. അടുത്ത ചോദ്യം, 2 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റിലെ ഹിമാലയത്തിന്റെ ഡിവിഷനുകൾ, രണ്ടാമത്തത് നദികളാണ്. ഇത് ലോക്കൽ ഡിവിഷനാണ് തന്നേക്കുന്ന ഹിമാലയത്തിന്റെ. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. ഇതൊന്ന് യോജിപ്പിച്ച് നോക്കാം. പഞ്ചാബ് ഹിമാലയം നദികൾ ഏതൊക്കെയാണ്? ഇൻഡസ് മുതൽ സത്ലജ് വരെ. ഇൻഡസ് മുതൽ സത്ലജ് വരെയാണ്. എങ്ങനെ ഓർക്കാം? പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. ജനഗണമന പാടുമ്പോ ഇപ്പൊ പഞ്ചാബ് കഴിഞ്ഞ് സിന്ധു, അതാണ് ഇൻഡസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഇവിടുന്ന് സോർട്ട് ചെയ്തെടുക്കാം അല്ലെ, ബിയും സിയും. പിന്നെ കുമയൂൺ ഹിമാലയം സത്ലജ് ടു കാളിയാണ്. സത്ലജ് ടു കാളി. നേപ്പാൾ ഹിമാലയം, നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്ത. ആസാം പറയുമ്പോൾ തന്നെ നമ്മൾ ബ്രഹ്മപുത്ര നദി ഓർക്കത്തില്ലേ? അപ്പൊ ടീസ്ത ടു ബ്രഹ്മപുത്രയാണ് ആസാം ഹിമാലയം. അപ്പൊ ആസാം പറയുമ്പോൾ ബ്രഹ്മപുത്ര ഓർത്താൽ D3 ആണെന്നുള്ളത് ഓപ്ഷൻ ഏതാണ്? ബി ആണ്. അപ്പൊ ബി ആണ് ഉത്തരം. പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ്, കുമയൂൺ ഹിമാലയം സത്ലജ് ടു കാളി, നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്ത, ആസാം ഹിമാലയം ടീസ്ത ടു ബ്രഹ്മപുത്ര. ഈ നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയിട്ട് സർ സിഡ്നി ബെർണാഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചതാണ് പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. അപ്പൊ നദീ താഴ്വാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ലോക്കൽ ഡിവിഷനാണ്. ആരാ തിരിച്ചത്? സർ സിഡ്നി ബെർണാഡ് ആണ് ഹിമാലയത്തെ ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചത്. ഇതിലെ പഞ്ചാബ് ഹിമാലയം സിന്ധു നദി മുതൽ സത്ലജ് നദി വരെ ഏകദേശം 560 കിലോമീറ്റർ നീളത്തിൽ ഉള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം. കുമയൂൺ ഹിമാലയം എന്നത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ്. ഏകദേശം 320 കിലോമീറ്റർ ആണ് നീളം. ഇനി നേപ്പാൾ ഹിമാലയം 800 കിലോമീറ്റർ നീളമാണ്. കാളി നദിക്കും ടീസ്ത നദിക്കും ഇടയിലുള്ള ഭാഗമാണ്. ആസാം ഹിമാലയം 720 കിലോമീറ്റർ നീളമാണ്. ടീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ആസാം
ഹിമാലയം. അടുത്ത ചോദ്യം, കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? SCERT നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ഈ തന്നിരിക്കുന്ന മൂന്നും കറക്റ്റാ. ഡി ആ ഉത്തരം. മർദ്ദവ്യത്യാസം, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം, ഇത് മൂന്നും കാറ്റിന്റെ ദിശയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ കാറ്റെന്ന് പറയുന്ന വായുവിന്റെ തിരശ്ചീന ചലനമാണ്. തിരശ്ചീനം എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വായുവിന്റെ ചലനത്തെയാണ് കാറ്റ് എന്ന് പറയുന്നത്. അതായത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനം, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് കാറ്റ് എന്ന് പറയുന്നത്. ഇനി കാറ്റിന്റെ സഞ്ചാരഗതിക്ക് വ്യതിയാനം ഉണ്ടാകുന്ന ഘടകം ഏതാ? അത് ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ ഭ്രമണം. ഈ സമുദ്ര ഉപരിതലം എടുത്താലും നിരപ്പായ ഭൂപ്രദേശങ്ങൾ എടുത്താലും ഇവിടെയൊക്കെ കാറ്റിന് വേഗത കൂടുതലാണ്. അതിനുള്ള കാരണം എന്താ? ഘർഷണം കുറവായതുകൊണ്ട്, ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് സമുദ്ര ഉപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ ഇവിടെയൊക്കെ കാറ്റിന്റെ വേഗം കൂടുതലായിരിക്കും. പക്ഷേ ഈ ദുർഘടമായ ഭൂപ്രകൃതി, അതുപോലെ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ എടുത്താൽ കാറ്റിന്റെ വേഗം കുറവായിരിക്കും. കാരണം ഘർഷണം കൂടുതലായതുകൊണ്ട്. ഇനിയില്ലേ കോറിയോലിസ് ഇഫക്റ്റ്, SCERT പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കോറിയോലിസ് ഇഫക്റ്റ് എന്താ? ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധ ഗോളത്തിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും, ദക്ഷിണാർദ്ധ ഗോളത്തിൽ, സദേൺ ഹെമിസ്ഫിയറിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ ദിശാ വ്യതിയാനത്തെയാണ് കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. കോറിയോലിസ് പ്രഭാവം. ഇനി ധ്രുവങ്ങളിൽ നിന്ന് മധ്യരേഖാ പ്രദേശത്തേക്ക് വരുംതോറും ഈ കോറിയോലിസ് ബലത്തിന് എന്താ സംഭവിക്കുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഇനി മർദ്ദ ചരിവ് എന്ന് വെച്ചാൽ ഭൗമ ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ ഇത്തരത്തില് തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണ് മർദ്ദചരിവ് എന്ന് പറയുന്നത്. ഈ തിരശ്ചീന തലത്തില് മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ മർദ്ദചരിവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കുറവാണെങ്കിൽ അവിടെ മർദ്ദചരിവും എന്തായിരിക്കും? കുറവായിരിക്കും. ഇങ്ങനെയാണ് ഈ മൂന്ന് ഫാക്ടേഴ്സും കാറ്റിന്റെ ദിശയെയും ഗതിയെയും എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇതിലില്ലേ ഈ 14ാമത്തെ ചോദ്യം SCERT ആണ്, 13ാമത്തെ ചോദ്യം SCERT ആണ്, പിന്നെ 12 നമ്മൾ അല്ലാതെ നോർമലി പഠിക്കുന്നതാ. 11 അന്തരീക്ഷ ആർദ്രതയെ പറ്റി, ആപേക്ഷിക ആർദ്രതയെ പറ്റി SCERT പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ ചോദ്യം SCERT പരാമർശിക്കുന്നുണ്ട്. 9 റഷ്യൻ വിപ്ലവം നമ്മൾ SCERT പഠിക്കുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും ഈ പോയിന്റ് വരുന്നുണ്ട്. ബാക്കി ഫ്രഞ്ച് വിപ്ലവം SCERT ആണ്, അതുപോലെ ഒന്നാം ലോക മഹായുദ്ധം SCERT ആണ്. ഇപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും SCERT ആണ്. അതാണ് കൺക്ലൂഷൻ. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആയാലും SCERT NCERT പാഠപുസ്തകങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. നമ്മൾ റാങ്ക് ഫയലിൽ അഡീഷണൽ പോയിന്റ്സ് പഠിക്കുമെങ്കിലും SCERT കൂടുതലായിട്ട്, അതാണ് ഞാൻ SCERT ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആയിക്കോളൂ ഫാമിലിയിൽ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്